ലാലേട്ടാ മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട്. ദേഷ്യമല്ലേ? ഇവനാ 1000 തുണി മാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ. ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉടക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്. നിനക്കത് വാർന്ന് പറഞ്ഞു തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാ. പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണോ? എടാ അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു, ചെല്ല്. ഓ പോയി കഴുകു. എന്നിട്ട് ആ മൂലക്ക് അങ്ങനെ പോയിരിക്കും, അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താണ് എന്താ സംഭവിച്ചത്? ഞാൻ ഷർട്ട് ഒന്ന് കുറഞ്ഞിട്ടതാ. ശ്രദ്ധിക്കണ്ട. എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞാല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയാ ബാബോട്ടിടിച്ചേ? ആ ചെറുക്കന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. ആ അങ്ങനെയാണ്. ആ അതെ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇവന്മാർക്ക് അവനെ ഇടിക്കുന്നതിന് മുമ്പിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചൂടെ? വെറുതെ പടത്തിന് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട് ഓരോ പരിപാടി. ഞങ്ങള് പോവാ സാറേ. പോലെ നീ ഒരു കാര്യം ചെയ്, ആ മനോജ് കാരൻ്റെ അടുത്ത് നിന്റെ നമ്പർ ഒന്ന് കൊടുത്തിട്ടും പോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ, എനിക്ക് വിഷമമൊന്നുമില്ല. മുത്തശ്ശനെ അഭിനയിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആ ശരിടാ. നിന്നടാ. ഓക്കെ, ഇപ്പൊ ഇവന് ശ്രീനിവാസിന്റെ ചെറിയൊരു കട്ടില്ലേ? അതവന്റെ മൂക്കിനിട്ടൊക്കെ ഇടികൊണ്ട് എന്റെ നീരാണ്. എന്നാലും ഒരു ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. നീരൊക്കെ മാറി കഴിയുമ്പോ വേറെ പോലെ ഇരിക്കും. സാറേ നീര് മാറുമ്പോ ഒന്നുകൂടി ഇടിച്ചാ പോരെ? നീ ഒരു കാര്യം ചെയ്, മുത്തച്ഛനെ പറഞ്ഞോളൂ, നീ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം കേട്ടോ. ശരി സാർ. കഷ്ടം. കൺമണി, നിന്റെ ഫോൺ അടിക്കുന്നു. എന്താ ചേച്ചി? ദേ ഫോൺ അടിക്കുന്നു. ഹലോ കൺമണി, ഞാനാ വിഷ്ണു. ചേച്ചി ഒരു മിനിറ്റ്. ഗിഫ്റ്റ് കലക്കിട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ അതെ, ഒരുപാട് വേദനിച്ചോ? ബാബുവേട്ടന്റെ ഇടിയല്ലേ? ഇപ്പോഴും വേദനയുണ്ടോ? ആ കുറച്ച്. സാരില്ല കേട്ടോ, പോട്ടെ. അതെ, റൂഫ് ടോപ്പിൽ വരാൻ ധൈര്യമുണ്ടോ? ഒരു 12 മണിക്ക് ഉണ്ടെങ്കിൽ എങ്കിൽ വാ, ഞാനവിടെ ഉണ്ടാവും. ഞാൻ ലാലങ്ങളുടെ റൂമെത്തി. ഇല്ല ഞാൻ വിളിക്കാം. ലാലങ്ങളെ ഒന്ന് ടെറസിലേക്കൊന്ന് വരൂ. എന്താടാ? അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ. എല്ലാവരും ടെറസിലുണ്ടവരെല്ലാവരും. ഒന്ന് എന്താടാ കാര്യം? എന്താണ് ലാലേട്ടൻ, ഞങ്ങളെല്ലാരും കൂടെ മേളിൽ വന്നിട്ട് ലാലേട്ടന്റെ
മച്ചാനെ മച്ചാൻ നമുക്ക് പരിപാടി ഓണാക്കണ്ടേ പരിപാടി ഓണാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ലാലങ്ങളുടെ പാട്ട് ഹണീബില ഹണീബില പഴയ പാട്ടൊന്നും വേണ്ട നമുക്ക് നല്ല പുതിയ പാട്ടുകൾ പിള്ളേർ പഠിക്കണം. ഞാനൊരു ഹിന്ദി പാട്ട് പറഞ്ഞു തരട്ടെ ഗോരി തരുക അതൊന്നും വേണ്ട പാട്ട് പാടാം. മലയാള പാട്ടിന്റെ ഉസ്താദാണ് എടാ, പഴയത് തന്നെ ഒരു പാട്ട് ഞാൻ പാടാം. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പച്ചി പണ്ട് പാടിയൊരു പാട്ടാ. എന്റെ ഫാദർ ചെറുപ്പത്തില് ഒരു നാടകത്തിന് വേണ്ടി പാടി. ഒരു നാടകഗാനമാണ് എനിക്ക് ഈ അടുത്ത് കിട്ടിയാണ്. എന്റെ കൊച്ചാപ്പന അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പാട്ട് പാടാം. അതിനു മുമ്പ് ഞാനതൊന്ന് കേക്കട്ടെ. ആമീന താത്താട പൊന്നു മോളാണ് നാട്ടിലെ ചേലുള്ള പെണ്ണാണ് പാപ്പാടെ പുന്നാര മോളാണ് പാപ്പാടെ കൊച്ചു ജിയാത്തു ലൈറ്റും പോട്ടെ. ദേ അവരൊക്കെ പോയി. ആരെങ്കിലും കണ്ടറിയാലോ. ദേ വലിയ സ്റ്റാർ ആവേണ്ട ആളാ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. മറ്റേ ഫ്രീക്കിന്റെ മുറി ഇതാണോ നമ്മുടെ അരുൺ ചേട്ടൻ്റെ? എടാ അലമ്പണ്ടാക്കടാ, ഞാൻ വിളിക്കാം. വിളിക്കല്ലോ. ഇറ്റ്സ് മൺഡേ. കൺമണി, നല്ല കുട്ടിയല്ലേ? ഇനി എഴുന്നേക്ക്, എഴുന്നേക്ക്. കൺമണി, ഇപ്പൊ പേടിയൊക്കെ കുറഞ്ഞു. പേടിയോ? ആർക്ക് പേടി? നമുക്കിനി എന്നും വന്നാലോ? അയ്യടാ. അപ്പുറത്തോട്ട് കുറ്റിയിട്ടിരിക്കുക. എന്ത് ചെയ്യാനാ? ആ കൺമണീനെ കാണാനില്ല. കൺമണിനെ കാണാനില്ലേ? നിന്റെ ഊരിലല്ലേ നടന്നത്? എന്റെ മുറിയിലാ കടന്നേ, പക്ഷെ എനിക്ക് അവളെ കാണാനില്ല. അവളിപ്പോ അതിരാത്രിയോടെ പോകാനാണ്. എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കടാ പ്ലീസ്. ബാസി നീ കൂടെ പോ. അതെ പുഴയിലെ പുള്ളല്ലോ നോക്കണം. കരുനാക്ക് കുറച്ചൊന്നും പറയലടാ.